ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK-യിലേക്ക് ആയിരക്കണക്കിന് നേഴ്സസാണ് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി നേഴ്സിംഗ് പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷനെ പ്രേരിപ്പിച്ച കാര്യം തന്നെ UK ആയിരുന്നു. നമുക്കറിയാം UK-ക്ക് പുറമെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളും നേഴ്സസിൻ്റെ ധാരാളം വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത്. 2019 ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് UK-യിലേക്ക് നേഴ്സസ് വീണ്ടും എത്തപ്പെടാനായിട്ട് തുടങ്ങിയത്. അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കോവിഡ് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു UK-യിലെ നേഴ്സസിൻ്റെ വേക്കൻസികൾ കുതിച്ചുയർന്നു. ആ ഒരു സമയത്ത് നേഴ്സസിനെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് UK-യിൽ നിന്നുള്ള NHS ഹോസ്പിറ്റലിലെ ആൾക്കാർ അവിടെ പോയിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ഓരോ മാസവും ഇവിടെ വന്ന് ഇറങ്ങുന്ന നേഴ്സസ് 100 കണക്കിനായിരുന്നു. അങ്ങനെ ധാരാളം നേഴ്സസ് UK-യിലേക്ക് എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, അന്ന് IELTS പാസ്സായി കഴിഞ്ഞാൽ CBT കൂടെ പാസ്സായി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ അവർക്ക് UK-യിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുമായിരുന്നു. അവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഒരു പൈസ പോലും കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ലായിരുന്നു. നമുക്കറിയാം, അന്ന് വന്നിട്ടുള്ള നേഴ്സസിന് എല്ലാം തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് 3 മാസത്തെ അക്കോമഡേഷന് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്കൊരു 10 ദിവസത്തേക്ക് കഴിയാനുള്ള എല്ലാ സാധനങ്ങളും പ്ലസ് അവർക്കൊരു 100-200 പൗണ്ട് ക്യാഷ് ആയിട്ട് കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് നേഴ്സസിനെ UK-യിലേക്ക് കൊണ്ടുവന്നത്. കാരണം അത്രയ്ക്ക് UK-ക്ക് നേഴ്സസിൻ്റെ ആവശ്യമായിരുന്നു. നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ്റിനെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ധാരാളം നേഴ്സസാണ് UK-യിലേക്ക് എത്തിച്ചേർന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലിയെ മുഴുവനും UK-യിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ട് ധാരാളം നേഴ്സസ് UK-യിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നേഴ്സസിന് പെട്ടെന്നൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മനസ്സിൽ പെട്ടെന്ന് അക്കരെ പച്ചകൾ, നമുക്കറിയാമല്ലോ, നമുക്ക് നാട്ടിലിരിക്കുമ്പോൾ ഒന്നുകിൽ ഡൽഹിയിലേക്ക് പോകുക, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് അവർ ഗൾഫിലേക്ക് പോവുക, ഗൾഫിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും അക്കരെ പച്ചകളാണ്. അങ്ങനെ UK-യിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചേർന്ന ഈ നേഴ്സസ് ഇവിടുന്ന് പതുക്കെ അവർ ഓസ്ട്രേലിയ എയിം ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്തും നമ്മൾ ഒരു അപായ സൂചന നൽകിയിരുന്നു. കാരണം UK-യിലേക്ക് വരുന്ന നേഴ്സസ് ഇവിടുത്തെ ഒരു വേക്കൻസികൾ നിന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂകൾ നിലയ്ക്കും. മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആൾക്കാർ, എന്തായാലും നമുക്കറിയാം ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിലേക്ക് എത്ര നേഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തെന്നും എത്ര പേര് ഇവിടെ ഇപ്പോഴും കറൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും എത്ര പേര് അവർ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള കണക്കുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. UK വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തേക്കാട്ടിൽ കാലാവസ്ഥ കുറച്ചുകൂടി ബെറ്ററാണ്, സാലറി കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പോയിട്ടുള്ള ഫാമിലിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. 2024 ആയപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴ് തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, UK-യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസമായിട്ട് വലിയ രീതിയിലൊന്നും തന്നെ NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴ് ഇൻ്റർവ്യൂകളില്ല. മാത്രമല്ല, സ്റ്റുഡൻറ്റ് വിസയിൽ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒന്നും തന്നെ UK-യിലേക്ക് വലിയ കാര്യമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഓസ്ട്രേലിയ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലും തകിടം മറിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നത്. ഈ ഒരു ജൂലൈ 1 മുതൽ അവിടെ വലിയ മാറ്റങ്ങൾ, അവരുടെ നിയമങ്ങൾ, ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് വിസയുടെ എല്ലാ നിയമങ്ങളും അവർ ഈ ഒരു ജൂലൈ 1 തൊട്ട് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഓസ്ട്രേലിയയിലെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 മുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു 2024 ജൂലൈ 1 മുതൽ വിസിറ്റർ വിസയിൽ പോയിരിക്കുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ പോകാനിരിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പോഴവർ കറണ്ടിൽ ഉള്ള സ്റ്റുഡൻസിന് അവർക്ക് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. മാത്രമല്ല, അവരൊരു 485 ഈ ഒരു സബ് ക്ലാസ് വിസയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കും യാതൊരു കാരണവശാലും ഇനിയിപ്പോൾ അവർക്ക് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറാനായിട്ട് സാധിക്കത്തില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടുള്ള സ്റ്റുഡൻസിന് ഇനിയിപ്പോൾ PR കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു 2024 ജൂലൈ 1 മുതൽ. നമുക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാരാണ് ഒരു 30, 35, 40 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു അവിടെ ചെന്നതിന് ശേഷം 485 സബ് ക്ലാസ് വിസയിലേക്ക് മാറാനായിട്ട് സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ജൂലൈ 1 മുതൽ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു 485 സബ് ക്ലാസ് വിസയിലേക്ക് മാറാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള നിയമം കൂടി ഇപ്പോൾ
നിലവിൽ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, UK നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ധാരാളം നേഴ്സസാണ് ന്യൂസിലൻഡിലെ രജിസ്ട്രേഷൻ നേടിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ ജോലി നേടി ഓസ്ട്രേലിയയിലേക്ക് അവർ പല ആൾക്കാരും പോയിട്ട് ഈ ഒരു കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് UK എത്തിയിട്ടുള്ള ആൾക്കാർ പോയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. UK വന്ന് ഇവിടെ വന്നൊരു 1800 മണിക്കൂറൊക്കെ നമ്മൾ ജോലി ചെയ്തതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ക്യാപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇംഗ്ലീഷ് എക്സാമുകളോ ഓസ്കിയോ ഒന്നും തന്നെ പാസ്സാകാതെ അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ജൂലൈ 1 മുതൽ ന്യൂസിലൻഡ് ഈ ഒരു രജിസ്ട്രേഷന് ഇപ്പോൾ നിർത്തി വച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ UK വന്നിട്ടുള്ള നേഴ്സസിന് ജൂലൈ 1 ശേഷം ഇനിയിപ്പോൾ ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് എങ്ങനെ വരുന്നു, UK ഇപ്പോഴേ കറൻ്റലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന് പോലും ഇനിയിപ്പോഴേ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നേടിയെങ്കിൽ മാത്രമേ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് അവർക്ക് ഈ ഒരു നേഴ്സസ് വിസ കിട്ടിയിട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ന്യൂസിലൻഡ് നമുക്കറിയാം ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേക്കൻസികൾ വളരെയധികം കുറവാണ്. അവിടെ നേഴ്സസിന് പോലും ജോലി കിട്ടാനായിട്ട് നേരത്തെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. UK ഓസ്ട്രേലിയയിലും ഓപ്പണിംഗ് ഉള്ള സമയത്ത് തന്നെ ന്യൂസിലൻഡിൽ അവിടുത്തെ വേക്കൻസികൾ വളരെയധികം കുറവായിരുന്നു. അവിടെ നേഴ്സസിന് പോലും പോയിട്ടുള്ള ആൾക്കാർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോഴേ ഈ ഒരു UK ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പാത്വേ വലിയ ടഫായിട്ട് വന്നിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ UK കാര്യമാണെന്നുണ്ടെങ്കിലും ന്യൂസിലൻഡ് ആണെന്നുണ്ടെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏതൊരു രാജ്യത്തേക്കാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നേഴ്സസിന് പോലും വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയധികം ഈസി ആയിട്ട് ഒരു രാജ്യത്തേക്ക് ഒരു നേഴ്സിന് പോകാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UK ആയിരുന്നു. കാരണം IELTS അല്ലെങ്കിൽ OET പാസ്സായി CBT കൂടെ പാസ്സായി കഴിഞ്ഞാൽ ₹1 പോലും നമുക്ക് മുടക്കാം, അല്ലെങ്കിൽ £1 പോലും മുടക്കാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു UK. നമ്മൾ തന്നെ കാണിച്ച കുറേ തെറ്റുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം നമ്മൾ വന്നിട്ട് കുറച്ച് മിസ്യൂസ് ചെയ്തു. കാരണം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് 10,000-15,000 പൗണ്ടൊക്കെ നമുക്ക് NHS ഹോസ്പിറ്റലുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് ജോലി നേടിപ്പോയിട്ടുള്ള നേഴ്സസിനെയൊക്കെ നമുക്കറിയാം. എന്തായാലും UK എത്തിയിട്ട് ഇനിയിപ്പോഴും ഓസ്ട്രേലിയയിലേക്ക് പോയി ജോലി ചെയ്യാമെന്നുള്ള ആ നേഴ്സസിൻ്റെ ആ ഒരു സ്വപ്നം ഇപ്പോൾ വാടി കൊഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വഴി ഓസ്ട്രേലിയയിലേക്ക് പോകാനിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവർ 6 മന്ത് ടൈമാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം അതായത് ജൂലൈ മാസത്തിൽ ഈ ഒരു നിയമങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടൈം അവർക്ക് കൊടുത്തേക്കുന്നത്. കാരണം ജൂലൈ മാസത്തിൽ ഈ നിയമങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സാമുകൾ അവിടെ പോയിട്ട് എല്ലാം എഴുതി ഓസ്കി എല്ലാം എഴുതി എല്ലാ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും UK NHS റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേങ്കിൽ അതിനുവേണ്ടി എത്ര സമയം എടുക്കുമെന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോ മലയാളികളും. അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.